കൃഷ്ണായനം കളരിപഠന കേന്ദ്രത്തിൽ നിന്നും സ്വായത്തമാക്കിയ അഭ്യാസമുറകളുമായി അവന്തികയ്ക്ക് ദേശീയ തലത്തിൽ മത്സരിക്കാൻ പോകാൻ പിന്തുണ നൽകിയതായിരുന്നു സാജിദ ടീച്ചർ. ടീച്ചർ നൽകിയ ആത്മബലം മത്സരത്തിൽ 2 സ്വർണവും 3 വെള്ളിയും 1 വെങ്കലവും നേടാൻ കാരണമായി. ഹൈദരാബാദിലേക്ക് മത്സരത്തിനായി ട്രെയിൻ കയറിയപ്പോൾ തന്നെ അവന്തിക മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, സ്വർണം നേടുമെന്നും അത് താൻ ഏറ്റവും ആഗ്രഹിക്കുന്ന അധ്യാപികയ്ക്ക് നൽകണമെന്നും. ഒടുവിൽ അങ്ങനെ തന്നെ സംഭവിച്ചപ്പോൾ സ്കൂളിനും അഭിമാന നിമിഷമായി മാറി. കൂടുതൽ സപ്പോർട്ടൊക്കെ തന്ന് എത്തുമായിരുന്നു അന്ന് രാത്രി. ടീച്ചർ പിരിഞ്ഞു പോയതിൽ വളരെ വിഷമമുണ്ടായിരുന്നു. ഒത്തിരി വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇത് കൊടുക്കുമ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ കൊടുത്ത് രച്ചമ്മന്റെ ഒരു കണ്ണുനീരൊക്കെ കണ്ടപ്പോ ഒരു വിഷമം, പോയപ്പോ ഒരു വിഷമം. ഇത് ഗുരുഭക്തിയുടെ മാതൃക മാത്രമല്ല, പുതിയ തലമുറയുടെ ആത്മീയ മാനസിക വളർച്ചകളെ സൂചിപ്പിക്കുന്നതാണ്. ചടങ്ങിൽ പങ്കെടുത്തവരും സഹപാഠികളും അധ്യാപികയുടെ കണ്ണിൽ നിറഞ്ഞ സന്തോഷത്തിൻ്റെ കണ്ണീരും വിദ്യാർത്ഥിനിയുടെ നിറഞ്ഞ മനസ്സിലെ നന്ദിയും ഒരുപോലെ സാക്ഷിയായി. അവന്തിക നേടിയ സ്വർണം കുട്ടിക്ക് തന്നെ വിരമിച്ച അധ്യാപിക തിരികെ നൽകാൻ ശ്രമിച്ചെങ്കിലും അവന്തിക സ്വർണ്ണ മെഡൽ വാങ്ങാൻ തയ്യാറായില്ല. ഇപ്പോൾ ആയോധന കല മാത്രമല്ല, മറ്റെല്ലാ കലകളിലും അത് പങ്കെടുക്കുന്ന ഓരോ ഇനങ്ങളിലും അത് പോയി നമുക്ക് നേട്ടങ്ങളുമായിട്ടാണ് വരുന്നത്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എന്റെ മകനോ വാങ്ങുന്നതിനേക്കാൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. മോള് പോയി ഇത്രയും നാഷണൽ ലെവലിൽ പോയി വാങ്ങിയ ഒരു മെഡൽ എനിക്ക് തരിക എന്ന് പറയുമ്പം അതൊരു ശരിയായ കാര്യമല്ലല്ലോ ഞാനത് വാങ്ങുന്നത്. പക്ഷെ അത് ആ സമയത്ത് അവന്തികയുടെ ആഗ്രഹം അതായിരുന്നു. തിരിച്ചത് കൊടുക്കണമെന്ന് എനിക്ക് ഉണ്ട്. പക്ഷെ ആ സ്റ്റേജിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സ് നോക്കത്തില്ലേ, അതുകൊണ്ട് ഞാൻ അപ്പം അത് തിരിച്ച് വേദിയിൽ വെച്ച് ഞാൻ ഇട്ടുകൊടുത്തില്ല. പിന്നീട് ഞാൻ അവന്തിയുടെ അച്ഛനെ വിളിച്ച് വിവരം പറഞ്ഞു, കുഞ്ഞു പോയി വാങ്ങിയതാണ്, അത് തിരിച്ചു കൊടുക്കണമെന്നും. പക്ഷെ എന്നെ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇന്നും ഞാനത് മോളോട് ഞാൻ ക്ലാസ്സിൽ ചേർന്നിട്ട് ഞാൻ പറഞ്ഞു, മോളെ ഇത് വൈകുന്നേരം ഞാൻ മോള് പോകുമ്പോൾ ഞാനത് മോക്ക് തരും. അപ്പോഴും കുട്ടിയും പറയുന്നത് അല്ല, അത് ടീച്ചർക്കുള്ളതാണ്, ടീച്ചർക്ക് വേണ്ടി ഞാൻ ഇട്ടതാണ്, എന്റെ പൂർണ്ണ ഇഷ്ടത്തോടു കൂടി ഞാൻ ടീച്ചർക്ക് തന്നാണെന്നാണ് പറയുന്നത്. കളരിപ്പയറ്റിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച അവന്തികയുടെ പരിശീലകൻ ശശിധര ഗുരുക്കളാണ്. 5 വയസ്സ് മുതൽ കളരി അഭ്യസിക്കുന്ന അവന്തികയ്ക്ക് ഗുരുവിനെ ആദരിക്കുന്ന മനസ്സിൻ്റെ തെളിവായ ഈ പ്രവർത്തനം അധ്യാപിക വിദ്യാർത്ഥി ബന്ധത്തിൻ്റെ ഗൗരവവും സ്നേഹവും പുതുതലമുറയ്ക്ക് മുന്നിൽ മാതൃകയായി മാറിയിരിക്കുകയാണ്. ഏകദേശം 10-16 വർഷമായി ഞാൻ സർവീസിൽ ആയിട്ട്. പക്ഷെ ഇത്തരത്തിലൊരു അത് നാഷണൽ ലെവലിൽ കിട്ടിയ ഒരു മെഡലാണ്. ആ മെഡല് വളരെ സ്നേഹപൂർവ്വം അല്ലെങ്കിൽ വളരെ അഭിമാനപൂർവ്വമാണ് കുട്ടി ഇവിടെ ടീച്ചറിന് കൈമാറിയത് എന്നുള്ളതാണ്. ടീച്ചറിന് പക്ഷെ അതിനകത്ത് മാനസികമായ ഒരു വിഷമമുണ്ട്, തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. എന്നിട്ടും വളരെ തുറന്ന മനസ്സോടെ എനിക്കിത് ടീച്ചറിന്റെ കയ്യിൽ ഇരിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് കുട്ടി പറയുമ്പോൾ അത് എന്റെ ഒരു അധ്യാപക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. മോൾക്ക് സാറിനോട് ഇത്രയും സ്നേഹം തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ ഓരോ മത്സരങ്ങൾ കഴിയും തോറും സാറ് അസംബ്ലിയിലും, അതായത് ജില്ലയിൽ 3 തവണ മോൾ ചാമ്പ്യനായിരുന്നു. അപ്പം ഓരോ അസംബ്ലിയിൽ വിളിച്ച് മോൾക്ക് പ്രോത്സാഹനവും എല്ലാം കൊടുത്ത് മോളെ ഇനിയും ഉയരണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയപ്പോഴും സാറ് പ്രോത്സാഹന സമ്മാനമൊക്കെ കൊടുത്തായിരുന്നു. അപ്പം നാഷണലിൽ പോകുന്നതിന് തലേന്ന് തന്നെ ഈ രാത്രിയിൽ ടീച്ചറെ വിളിച്ച് മോളോട്ട് ഒത്തിരിയേറെ സംസാരിച്ചിട്ട് മോൾക്ക് എല്ലാ പൂർണ്ണ പിന്തുണയും എല്ലാ പ്രോത്സാഹനവും നൽകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അത് ഫോൺ സംസാരിച്ച് കഴിഞ്ഞ ശേഷം മോൾ എൻ്റെയും വൈഫിൻ്റെയൊക്കെ വന്ന് പറഞ്ഞ്, അച്ഛാ എനിക്ക് മനസ്സിലൊരു ആഗ്രഹമുണ്ട്, നമുക്ക് നാഷണലിൽ ഒരു മെഡലെങ്കിലും എനിക്ക് കിട്ടിയാൽ അത് ഇപ്പോൾ അടുത്ത മാസം ടീച്ചറിൻ്റെ റിട്ടയർമെൻറ്റാണ്, എനിക്ക് റിട്ടയർമെൻറ്റിന് ടീച്ചറിന് അത് കൊടുക്കണം എന്നുള്ള ഒരു ഇത് മോക്ക് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ദൈവം സഹായിച്ച് 5-6 മെഡൽ കിട്ടി. അതിനകത്തുനിന്ന് 1 കൊണ്ട് കൊടുത്തു. അപ്പോൾ പിന്നെ ഇത് കൊടുക്കാനായിട്ട് പോകുന്നതിൻ്റെ അന്ന് തന്നെ ഞാനും വൈഫായിട്ട് പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അതിന് ഈ റിട്ടയർമെൻറ്റിന് ഒരാഴ്ച മുമ്പ് നമ്മുടെ MP പ്രേമേന്ദ്രൻ സാറ് നമ്മുടെ മോക്ക് സാറിൻ്റെ വീട്ടിലോട്ട് വിളിച്ചൊരു ഇത് കൊടുത്തായിരുന്നു, ഒരു പ്രോത്സാഹന സമ്മാനം എല്ലാം കൊടുത്തായിരുന്നു. അപ്പോൾ ആ ഷാള് ഞങ്ങളായിട്ട് പറഞ്ഞ് ഇതുകൂടെ മോള് കൊണ്ടുപോയി
ടീച്ചറിന് അണിയിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ അത് രണ്ടും ചെയ്ത്. അപ്പോൾ അവിടെ ചെന്നപ്പം 2 കൂട്ടുകാരികളെ കൊണ്ടാണ് അവൾ ആ ഷാള് ആ ടീച്ചറിന് അണിയിച്ചതും. അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. നമ്മുടെ ആ പ്രവൃത്തിയും ഇനിയും ആ ടീച്ചർ അത് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ നമ്മുടെ വീട്ടിൽ വിളിച്ചായിരുന്നു. മോളത് ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയതല്ലയോ, വീട്ടിൽ എൻ്റെ മക്കളും പറയുന്നു ഇത് തിരിച്ചു കൊണ്ട് കൊടുക്കണം, മോൾക്ക് അതിൻ്റെ ഒരു നല്ല വിലയുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു 5 എണ്ണം നമ്മുടെ നീ ഉണ്ട് ടീച്ചറെ, ഇത് അവൾ കുഞ്ഞു മനസ്സോടുകൂടി തന്നതാണ്, അത് ടീച്ചർ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞു.